യൂണിവേഴ്സിറ്റി എക്സാം അങ്ങോട്ട് തീർന്നതും ഞങ്ങൾക്ക് സീരീസ് എക്സാം സ്റ്റാർട്ടായി. ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ 2 സബ്ജക്റ്റാണ് എക്സാമിനുള്ളത്. അങ്ങനെ ഞാൻ 12 മണിയായപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങി. അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ നേരെ അലീഷയുടെ വീട്ടിൽ പോയി അലീഷയെ പിക്ക് ചെയ്ത് കോളേജിലെത്തി. എക്സാം കഴിഞ്ഞ് ഇറങ്ങി എല്ലാവർക്കും പാടായിരുന്നു. അലീഷയോട് ചോദിച്ചപ്പോൾ അലീഷ തേഞ്ഞെന്ന് പറഞ്ഞു, അൻസീറ്റയ്ക്ക് ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. പിന്നെ സുമനോട് ചോദിച്ചപ്പോൾ അടുത്ത ആളായ അശ്വിനോട് ചോദിച്ചപ്പം അവൻ നല്ല കൃത്യമായ കാര്യം പറഞ്ഞു. കറക്റ്റായിട്ട് ഋഷി മാത്രമേ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ വീട്ടിൽ പോകാന്ന് കരുതിയപ്പോഴോ അലീഷയ്ക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന്. എന്നാ പിന്നെ വാ കയറെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോയി സാധനവും മേടിച്ച് അവിടുന്ന് ബില്ലടിച്ച് നേരെ പോയത് ഈ ഒരു സ്പോട്ടിലേക്കാണ്. കൊല്ലംകാർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയമാണെങ്കിൽ തീരെ ശരിയായിരുന്നില്ല. കാരണം വെയിൽ കൊണ്ട് കരിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ അവിടുന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് പോയത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി യൂണോ കളിക്കാൻ തുടങ്ങി. ഒരൊറ്റ കളി ജയിച്ച സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടത്. ആദ്യത്തെ കളിയെല്ലാം തോറ്റു കൊടുക്കണമെന്നാണല്ലോ, അതുകൊണ്ട് ഞാനാണ് തോറ്റത്. ഇത് രണ്ടാമത് ജയിച്ചതിന്റെ സന്തോഷം. അങ്ങനെ വെറുതെ ഇരുന്ന് യൂട്യൂബ് എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു നല്ല വാർത്ത കാണുന്നത്. അത് 4444 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തവരും ചെയ്യാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും എന്തായാലും നന്ദിയുണ്ട് കേട്ടോ.